സ്ഥാനാർത്ഥി നിർണയത്തിനിടയിലെ ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിന് തലവേദനയാകുന്നു. വയനാട് സീറ്റിനായി എ ഗ്രൂപ്പുകൾ വാശി പിടിച്ചതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാനുള്ള കാരണം. സ്ഥാനാർത്ഥി നിർണയം വൈകിയത് പ്രവർത്തകരുടെ മനസ്സ് മടുപ്പിച്ചുവെന്ന് കെപിസിസി മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ കുറ്റപ്പെടുത്തി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പ് സമവായത്തോടെയാണ് സ്ഥാനാർത്ഥി പാനലുമായി നേതാക്കൾ ഡൽഹിയിലേക്ക് പോയത്. ഭൂരിഭാഗം സീറ്റുകളിലും സമവായത്തോടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും ചെയ്തു. എന്നാൽ വയനാട് സീറ്റിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഗ്രൂപ്പിന് അവകാശമുള്ള സീറ്റിൽ എ ഗ്രൂപ്പ് ടി സിദ്ദീഖിനായി വാശി പിടിച്ചതോടെയാണ് ഗ്രൂപ്പ് തർക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രകടമായത്. വയനാട് സീറ്റ് നൽകിയാൽ ഇടുക്കി വേണമെന്ന് നിലപാടെടുത്തു ഗ്രൂപ്പ്. ഇതിനിടയിൽ ഇടുക്കിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായെങ്കിലും വയനാടിൽ തർക്കം തുടർന്നു. ഷാനിമോൾ ഉസ്മാൻ, KP അബ്ദുൽ മജീദ് എന്നിവരുടെ പേരാണ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് അവസാനം നേതാക്കൾ എത്തിയത്. ഗ്രൂപ്പ് തർക്കത്തിൽ UDF ക്യാമ്പിലുണ്ടായ നിരാശ പങ്കുവയ്ക്കുന്നതായിരുന്നു മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ വാക്കുകൾ. ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഗ്രൂപ്പ് തർക്കം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കളും അണികളും പങ്കുവയ്ക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.